സുഹൃത്തുക്കൾ, ഇത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിലെ ട്രാക്കിൽ കാണുന്ന ഈ ട്രക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ചെക്ക് പോയിന്റിൽ പിടിച്ചിട്ടതോ അല്ലെങ്കിൽ റോഡിൽ സ്ഥലം ഇല്ലാഞ്ഞിട്ട് ബ്ലോക്ക് ആയതോ ഒന്നുമല്ല കേട്ടോ. ഇത് നാലുവരിപ്പാതയാണ്. ഈ നാലുവരിപ്പാതൻ്റെ ഏറ്റവും ആദ്യത്തെ ട്രാക്കിലൂടെ മാത്രമേ ട്രക്കുകൾക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനീ പോകുന്നത് 100 സ്പീഡിലാണെങ്കിൽ അവർ പോകുന്നത് ഒരു 10 15 അല്ലെങ്കിൽ ഏറിപ്പോയൊരു 20 25 സ്പീഡിലൊക്കെയാണ് അവർ പോകുന്നുണ്ടാവും. 25 ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ സ്ഥലം കാര്യങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, ആ റൈറ്റ് സൈഡിലെ ആ ഒരു ട്രാക്കാണ് ട്രക്കുകൾക്ക് പറഞ്ഞിട്ടുള്ള ട്രാക്ക്. അപ്പോൾ നാട്ടിലെ നമ്മളെ NH 66 ഡ്രൈവ് ചെയ്യുന്ന ട്രക്ക് ഡ്രൈവർമാരോടും അതുപോലെ നമ്മളെ നാട്ടിലെ ഉദ്യോഗസ്ഥരോടൊക്കെയാണ് ശക്തമായിട്ടുള്ളൊരു നിയമം കാര്യങ്ങളും ഫൈന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ നാട്ടിലും ഡ്രൈവ് ചെയ്യും കേട്ടോ. ട്രക്ക് ഡ്രൈവർമാർ, നാട്ടിലെ ട്രക്ക് ഡ്രൈവർമാരൊക്കെ പോണ് കാണണം. ഫാസ്റ്റ് ട്രാക്കിൽ അതേപോലെ തന്നെ ഓവർടേക്കിംഗ് ട്രാക്കിലൊക്കെയാണ് ട്രക്കും വലിയ വണ്ടികളൊക്കെ ഓടിച്ച് പോണത്. അപ്പോൾ ശക്തമായിട്ടുള്ളൊരു ഫൈനും കാര്യങ്ങളും നല്ലൊരു നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്യൂ നിന്നിട്ട് അവരുടെ ആ ഒരു ടൈം എടുത്തിട്ട് അവരുടെ ട്രാക്കിലൂടെ ഓടിക്കാനുള്ള ഒരു മനസ്സവർക്കുണ്ടാവും. അതിന് വേണ്ടത് ആദ്യം ശക്തമായിട്ടുള്ള നിയമങ്ങളും ശക്തമായിട്ടുള്ള ഫൈനുകളൊക്കെയാണ്. ഇതിപ്പോൾ അവർക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ സ്ഥലം കാര്യങ്ങളും ട്രാക്ക് ഒഴിവില്ലാഞ്ഞിട്ടൊന്നുമില്ല. ആ റൈറ്റ് സൈഡിലെ ആദ്യത്തെ ട്രാക്കാണ് ട്രക്കുകൾക്കുള്ള ട്രാക്ക്. എത്ര കിലോമീറ്ററുകളോളാണ് ഈ ഒരു വരിയുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡൊക്കെ അടിപൊളിയാണ്, പക്ഷേ നിയമങ്ങളും കാര്യങ്ങളും ഫൈനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?